നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ് രഘുവരൻ. പ്രധാന വാർത്തകൾ. കുട്ടനാട് പാക്കേജിനെ പറ്റിയുള്ള പാരായം ഇനിയും അവസാനിക്കുന്നില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ആഞ്ഞടിച്ച് CPIM ജില്ലാ സെക്രട്ടറി. കുട്ടനാട് പാക്കേജിനെ പറ്റി ധാരാളം തെറ്റിദ്ധാരണ നിലനിൽക്കുന്നുവെന്നും അത് അടിയന്തരമായി തിരുത്തണമെന്നും മുൻ MLA KC ജോസഫ്. കായൽ യാത്രയിൽ ഉല്ലാസം നിറച്ച് സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ. അവർക്ക് ആവേശമായി KC വേണുഗോപാൽ MP. വാർത്തകൾ വിശദമായി. കുട്ടനാട്ടിലെ ജനങ്ങൾ സമരത്തിലൂടെ നേടിയെടുത്ത കുട്ടനാട് പാക്കേജ് നിർത്തിയതിൽ ദുരൂഹതയുണ്ടെന്നും ഇതിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും CPIM ജില്ലാ സെക്രട്ടറി CB ചന്ദ്രബാബു. ആലപ്പുഴയിൽ KCB വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2008 ജൂലൈ 24 കേന്ദ്ര ക്യാബിനറ്റ് 1840 കോടി രൂപയുടെ പദ്ധതിക്ക് അടങ്കൽ തുക അനുവദിച്ചെങ്കിലും 2010 സെപ്റ്റംബറിലാണ് പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നത്. പദ്ധതി ആരംഭിച്ച കാലം മുതൽ അഴിമതിയുടെ കഥകൾ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് കൈയിട്ട് വാരുവാൻ വേണ്ടിയാണ് പദ്ധതി നടപ്പാക്കിയത്. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി പശു, കോഴി, മത്സ്യക്കുഞ്ഞുങ്ങളുടെ നിക്ഷേപം എന്നിവ നടന്നിരുന്നു. എന്നാൽ ഇതുകൊണ്ട് കുട്ടനാടൻ ജനതയ്ക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. UPA സർക്കാരിന്റെ ഭരണകാലത്ത് കേന്ദ്രമന്ത്രിയായിരുന്ന കൊടിക്കുന്നിൽ സുരേഷ് പാക്കേജിനായി നിരാഹാരം കിടന്നത് കർഷകരുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടിയാണ്. കുട്ടനാട് പാക്കേജ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് CPIMന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും CB ചന്ദ്രബാബു പറഞ്ഞു. കുട്ടനാട് പാക്കേജ് യഥാർത്ഥത്തിൽ അനിശ്ചിതാവസ്ഥയിലായിരിക്കുകയാണ്. ആ പദ്ധതി ഇപ്പോ തുടർന്ന് ഏറ്റെടുക്കുമെന്നോ ആ പദ്ധതിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥ സ്ഥിതി എന്താണെന്നോ വ്യക്തമാക്കാൻ ഗവൺമെന്റ് ഇപ്പോഴും തയ്യാറാവുന്നില്ല. കുട്ടനാടിന്റെ കാർഷിക പ്രശ്നങ്ങളും അതുപോലെ അതിന്റെ പരിസ്ഥിതികമായ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കുട്ടനാട് പ്രദേശത്തെ അടക്കം ആലപ്പുഴ ജില്ലയിലെ കൃഷിക്കാരുടെയും ഇതര വിഭാഗം ജനങ്ങളുടെയും ശക്തമായ പ്രക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടനാട് പാക്കേജ് എന്ന പദ്ധതി തന്നെ അംഗീകരിക്കപ്പെട്ടത്. ആ പദ്ധതി പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ ആ പദ്ധതി ലക്ഷ്യം വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി കാര്യമായി ഒന്നും ചെയ്തിട്ടില്ല. കുട്ടനാടിന്റെ ഇപ്പോ അതിരൂക്ഷമായ പ്രളയ ദുരിതം നേരിടേണ്ടി വന്നത് തന്നെ ആ പദ്ധതി ലക്ഷ്യം കാണാതെ പോയതുകൂടിയാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി കനാൽ നവീകരിച്ച് അത് പ്രവർത്തനക്ഷമമാക്കുക, ലീഡിംഗ് ചാനലിന്റെ ആഴം കൂട്ടുക, അതുപോലെ തന്നെ കോട്ടപ്പള്ളി സ്പിൽവേയും തണ്ണീർമുക്കം ബണ്ടിന്റെയും പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങൾ നടത്താതെ അവിടെ ചില ഉദ്യോഗസ്ഥന്മാർക്കും ഇതിന്റെ നടത്തിപ്പുകാർക്കും കമ്മീഷൻ അടിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നടക്കുന്നതിലായിരുന്നു താല്പര്യം. എന്തോ കോഴി കൊടുക്കുന്നോ, താറാവ് കൊടുക്കുന്നോ, ആടും കോഴി പശുവിനെയും കൊടുക്കുന്നോ, ഇതൊന്നും അല്ല ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. അതൊക്കെ അതിന്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ കാണിച്ച താല്പര്യം കമ്മീഷൻ അടിക്കാനാണ്. കുട്ടനാട് പാക്കേജിന്റെ നടത്തിപ്പിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധിയുടെ സത്യാവസ്ഥ ഉത്തരവാദിത്തപ്പെട്ടവർ ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന് മുൻ MLA ഡോക്ടർ KC ജോസഫ്. അഖില നെല്ലുൽപാദക സമിതിയുടെ നേതൃത്വത്തിൽ രാമഗിരിയിൽ നടത്തിയ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതി തുടങ്ങിയ സന്ദർഭത്തിൽ എസ്റ്റിമേറ്റ് എന്താണ് എന്ന് നോക്കാനോ ഒന്നും പോയിച്ചപ്പോൾ തിരുവനന്തപുരത്ത് ഇരുന്ന് ഓഫീസ് തയ്യാറാക്കി. നമുക്കറിയാം, ഇപ്പോൾ ആദ്യം അനുവദിച്ച കായൽ റാണി എത്രയാണെങ്കിലും CD ബ്ലോക്കിൻ്റെതാണെങ്കിലും ഒക്കെ എസ്റ്റിമേറ്റിനകത്ത് വന്നപ്പോൾ ആദ്യം കൊടുത്ത ഭരണാനുമതി അനുസരിച്ച് വർക്ക് ചെയ്യാൻ വന്നപ്പോഴാണ് ആദ്യം ചെയ്യേണ്ട വർക്കുകൾ എസ്റ്റിമേറ്റിലില്ല എന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് എസ്റ്റിമേറ്റ് പുതുക്കേണ്ടി വന്നത്. പുതുക്കി ആദ്യം ചെയ്തത് ഒറിജിനൽ എസ്റ്റിമേറ്റിൽ ഇല്ലാത്ത വർക്കുകൾ ആദ്യം ചെയ്തത് മൂലം കരാറുകാരന് പണം കൊടുക്കാൻ കഴിയാത്ത സ്ഥിതി വന്നു. കാരണം ഭരണാനുമതി ഇല്ലാത്ത വർക്കുകൾക്ക് തന്നെയാണ് പണം കൊടുക്കുക. അപ്പോൾ അതിന് പുതുക്കിയ ഭരണാനുമതി വേണ്ടി വന്നു. പുതുക്കിയ ഭരണാനുമതി കിട്ടാനായിട്ട് കാലതാമസം വന്നു. ഇപ്പോഴും പൂർണ്ണമായി പുതുക്കിയ ഭരണാനുമതി കിട്ടിയോ എന്ന് എനിക്ക് അറിഞ്ഞില്ല. ആ ഒരു സ്ഥിതിയിൽ വന്ന സ്തംഭനാവസ്ഥ അത് പരിഹരിക്കുന്നതിനാണ് ഇപ്പോൾ വന്നിട്ടുള്ള അതിനിടയിൽ എസ്റ്റിമേറ്റിൽ നിരക്കിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ
നിർമ്മാണ സാമഗ്രികളുടെ വിലയിൽ വന്നിട്ടുള്ള അനിയന്ത്രിതമായ തിരിച്ചുകയറ്റം, ഇതിന്റെയൊക്കെ ഫലമായി വന്ന അധിക ചിലവ് താങ്ങുവാനായി കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായി. തുടർച്ചയായി മടവീഴ്ച ഉണ്ടാവുന്ന പാടശേഖരങ്ങൾ, രണ്ടാം കൃഷി ചെയ്യുന്ന പാടശേഖരങ്ങൾ, ആവാസ കേന്ദ്രങ്ങൾ ഉള്ളവ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കണം മുൻഗണനാക്രമം നിശ്ചയിക്കേണ്ടത്. കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി പാക്കേജ് പുനരുജ്ജീവിപ്പിക്കുന്നതിനൊപ്പം സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കുട്ടനാട് പാക്കേജിന്റെ പ്രതിവർഷ വിഹിതം 200 കോടി രൂപ ഉപയോഗിച്ച് പ്രവർത്തനം തടസ്സം കൂടാതെ തുടരണമെന്നും കെ.സി. ജോസഫ് അഭിപ്രായപ്പെട്ടു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രിക്കും നിവേദനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ആർ. അനിൽകുമാർ യോഗത്തിൽ അധ്യക്ഷനായി. ജോസഫ് വൈപ്പിശ്ശേരി, മോഹൻ അറുവുതര, എം.ഡി. ബിജു, പി.എൻ. വിജയകുമാർ, ഫ്രാൻസിസ് ദേവസ്യ എന്നിവർ സംസാരിച്ചു. സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം കായൽ യാത്രയിൽ പങ്കുചേർന്ന് കെ.സി. വേണുഗോപാൽ എം.പി. ജെ.സി.ഐ വാരാഘോഷത്തിന്റെ ഭാഗമായാണ് കായൽ യാത്ര സംഘടിപ്പിച്ചത്. ആലപ്പുഴ സ്വാതന്ത്ര്യം സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് കെ.സി. വേണുഗോപാൽ എം.പി. ഉല്ലാസയാത്ര നടത്തിയത്. സംഗീത വിരുന്നിനും മാജിക് ഷോയ്ക്കും പുറമെ കുട്ടികളുടെ കുസൃതി ചോദ്യങ്ങളും യാത്രയ്ക്ക് കൊഴുപ്പേകി. ഈ ബോട്ട് ആരാണ് ഓടിക്കുന്നത്? മമ്മൂട്ടി. പള്ളാത്തുരുത്തിയിൽ നിന്നും ആരംഭിച്ച ഉല്ലാസയാത്രയിൽ വിവിധ കലാപരിപാടികളും ഒരുക്കിയിരുന്നു. ജെ.സി.ഐ പ്രസിഡന്റ് ഫിലിപ്പ് ചക്കാത്ര, മധു, ടോണി ദേവസ്യ, അംജിത് കുമാർ, ജോൺ ജോസഫ്, ജസീന്ത മോനായി തുടങ്ങിയവർ ഉല്ലാസയാത്രയ്ക്ക് നേതൃത്വം നൽകി. കുട്ടനാടിന്റെ പരിസ്ഥിതിക്ക് കോട്ടം വരാതെ കുട്ടനാടിൽ നിന്നും വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിനും കൃഷി സംരക്ഷിക്കുന്നതിനുമായി രൂപം നൽകിയ കുട്ടനാട് പാക്കേജ് 2012 ജൂലൈയിൽ തന്നെ അവസാനിച്ചതായാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. നീരൊഴുക്ക് സുഗമമാക്കാൻ കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തിയ കോടികളുടെ പദ്ധതികൾ വർഷങ്ങൾ പിന്നിട്ടിട്ടും നടപ്പാക്കാത്തതിൽ കുട്ടനാടിൽ നിരന്തര വെള്ളപ്പൊക്കത്തിന് ഇടയാക്കി. വെള്ളപ്പൊക്ക കെടുതിക്ക് പരിഹാരമായി പാക്കേജിൽ നിർദ്ദേശിക്കപ്പെട്ട CD കനാൽ നവീകരണം, AC കനാൽ തുറക്കൽ, തണ്ണീർമുക്കം ബണ്ട്, തോട്ടപ്പള്ളി സ്പിൽവേകളുടെ നവീകരണം തുടങ്ങിയ പ്രവൃത്തികൾ ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ല. വർഷത്തിൽ 3-4 തവണയാണ് ഇപ്പോൾ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം. കാലവർഷത്തെ തുടർന്ന് ഇക്കുറി 3 തവണ കുട്ടനാട്ടുകാർ വെള്ളപ്പൊക്ക കെടുതി അനുഭവിച്ചു. കൈനഗിരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ഓരോ തവണയും ഏക്കർ കണക്കിന് കൃഷി നശിച്ചും വീടുകളും റോഡുകളും തകർന്നും കോടികളുടെ നഷ്ടം സംഭവിക്കുന്നു. 2 ലക്ഷത്തോളം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടി. വിവിധ രോഗങ്ങൾ ബാധിച്ച് ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ എണ്ണം വെള്ളമിറങ്ങിയിട്ടും ക്രമാതീതമായി തുടരുകയും ചെയ്യുന്നു. കുട്ടനാട്ടുകാർ വൻ ദുരന്തം നേരിട്ടിട്ടും സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പ്രളയകാലത്ത് കിഴക്കൻ ജില്ലകളിൽ നിന്നടക്കം ഒഴുകിയെത്തുന്ന അധിക ജലം അതിവേഗം ഒഴുകി മാറുന്നതിനുള്ള സ്വാഭാവിക ജല നിർഗമന സംവിധാനങ്ങൾ ഇല്ലാത്തതായാണ് വെള്ളക്കെട്ട് രൂക്ഷമാകുന്നത്. സെക്കൻഡിൽ 4000 ക്യൂബിക് മീറ്റർ എന്ന തോതിലാണ് വെള്ളം കുട്ടനാട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇതിന് പരിഹാരമായി പാക്കേജിൽ ശുപാർശ ചെയ്യപ്പെട്ട പദ്ധതികൾ ഒന്നും ഇതേവരെ നടപ്പാക്കിയിട്ടില്ല. വെള്ളപ്പൊക്ക നിയന്ത്രണ പദ്ധതികൾക്കായി മാത്രം 600 കോടിയോളം രൂപയുടെ പ്രവൃത്തികളാണ് പാക്കേജിൽ നിർദ്ദേശിക്കപ്പെട്ടത്. കൃഷി സംരക്ഷണത്തിനായി 1200 കോടിയോളം വേറെയും CD കായലുകൾക്ക് നടുവിൽ 1.3 കിലോമീറ്റർ നീളവും 130 മീറ്റർ വീതിയുമുള്ള കനാലിന് 2 ഭാഗത്തും കൽക്കെട്ട് നിർമ്മിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച് പാതി വഴിയിൽ എത്തി നിൽക്കുന്ന ഈ കനാൽ തുറക്കാൻ പോലും കഴിയുന്നില്ല. AC കനാൽ പള്ളാത്തുരുത്തി വരെ തുറക്കണമെന്ന ഡോക്ടർ M.S. സ്വാമിനാഥൻ കമ്മീഷന്റെ നിർദ്ദേശവും കടലാസിലാണ്. 35 ലക്ഷം രൂപ മുടക്കി പഠനം നടത്തിയതല്ലാതെ ഒന്നാം കര മുതൽ പള്ളാത്തുരുത്തി വരെയുള്ള 10 കിലോമീറ്റർ ദൂരം കനാൽ തുറക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കുട്ടനാട് പാക്കേജ് പൂട്ടിക്കെട്ടിയെന്ന് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. UPA സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച പദ്ധതി ഇതേ സർക്കാരിന്റെ കാലത്ത് തന്നെ കാലാവധി എത്തും മുമ്പ് അവസാനിപ്പിച്ചതിൽ ജനങ്ങൾക്ക് സംശയവും ദുരൂഹതയും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. റിട്ടയേർഡ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറും സ്വകാര്യ ചിട്ടി കമ്പനി മാനേജറുമായിരുന്ന VJ മോഹനന്റെ ദേഹവിയോഗത്തിലുള്ള അനുസ്മരണ സമ്മേളനം നടന്നു. അനുസ്മരണ സമ്മേളനം MR സജീവ് ഉദ്ഘാടനം ചെയ്തു. കമലഹാസനൻ അധ്യക്ഷനായിരുന്ന യോഗത്തിൽ AV കോമളവല്ലി, MJ ഓമനക്കുട്ടൻ, KD മോഹനൻ, K ഗോപിനാഥൻ, B ലാലി, KR രാധാകൃഷ്ണൻ, PR അപ്പുക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. ആ വലിയ മനുഷ്യന്റെ കൈയുണ്ട്. അദ്ദേഹം സ്നേഹിക്കുന്ന ആളുകളെ അങ്ങേയറ്റം സ്നേഹിക്കും, വിശ്വസിക്കും എന്നുള്ളതിന്റെ തെളിവാണ് ഒരു കൂട്ടുകാരൻ വളരെ കാലമായി സഹകരിച്ചു പോകുന്നയാൾ. അയാൾ സ്വന്തമായി ഒരു ധനകാര്യ സ്ഥാപനം തുടങ്ങുന്നു. ആ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി തന്നാലാവത് ചെയ്യണം എന്ന് കണക്കിലെടുത്തുകൊണ്ടാണ്
ആ സ്ഥാപനത്തിന്റെ മാനേജർ പോസ്റ്റിലേക്ക് അദ്ദേഹം കടന്നു വന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ക്ഷണഭംഗുരമായ ഈ ജീവിതത്തിൽ ആ കൂട്ടുകാരൻ യഥാർത്ഥമായ ശകുനിയായി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കടന്നു വന്നു എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിനുണ്ടായിരുന്ന വിശ്വാസത്തെ മുഴുവൻ മുതലെടുത്തുകൊണ്ട് ജനസാമാന്യത്തിൽ നിന്നും ലഭിക്കാവുന്ന പരമാവധി പണം കൈപ്പറ്റിക്കൊണ്ട് വിവാദ ചിട്ടിക്കമ്പനിയായ മുല്ലക്കൽ ചിട്ടി ഫണ്ട്സിന്റെ പുളുങ്ങുന്ന ശാഖ മാനേജരായിരുന്നു മോഹനൻ. നിക്ഷേപകരിൽ നിന്നും സ്വീകരിച്ച കോടിക്കണക്കിന് രൂപയുമായി ചിട്ടിക്കമ്പനി ഉടമയായ പെരുമ്പാവൂർ സ്വദേശി കോശി മുങ്ങുകയായിരുന്നു. അതേസമയം നിക്ഷേപകർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് മോഹനെയും പ്രതി ചേർത്തിരുന്നു. പണം കൊടുത്തു തീർക്കുവാൻ സ്വന്തം വീട് സ്ഥലവും പോലും ഇദ്ദേഹം വിറ്റിരുന്നു. നിരന്തരമായിട്ടുള്ള സമ്മർദ്ദങ്ങളാണ് മോഹനെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും ചങ്ങനാശ്ശേരി പ്രത്യാശയുടെയും നേതൃത്വത്തിൽ ചമ്പക്കുളം ജീവൻ രക്ഷാ സമിതി രൂപീകരണ യോഗം പോരൂർക്കര ജൂനിയർ കോളേജ് ഓഡിറ്റോറിയത്തിൽ ഞായറാഴ്ച നടക്കും. പഞ്ചായത്തിലെ വൃക്കരോഗികളായ രോഗികളുടെ തുടർ ചികിത്സാ ചെലവിനായാണ് ജീവൻ രക്ഷാ സമിതി രൂപീകരിക്കുന്നതെന്ന് പ്രസിഡന്റ് ജെസ്സി ജോജി പറഞ്ഞു. കേരള വിശ്വകർമ്മ സഭ കുട്ടനാട് താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാഘോഷവും ഈ മാസം 17 നടക്കും. രാമങ്കരിയിൽ ശക്തി പ്രകടനത്തിന് ശേഷം പൊതുസമ്മേളനവും നടക്കുമെന്ന് കുട്ടനാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് MK പ്രതാപൻ അറിയിച്ചു. കുട്ടനാട്ടിലെ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ഉന്നമനത്തിനായി രൂപം കൊണ്ട കുട്ടനാട് പാക്കേജ് അട്ടിമറിച്ചതിൽ UDF LDF സർക്കാരുകൾക്ക് തുല്യ പങ്കാളിത്തമുണ്ടെന്ന് ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി N സദാശിവൻ നായർ. കുട്ടനാട് പാക്കേജിന് കാലാവധി നീട്ടിക്കിട്ടുന്നതിനും അഴിമതിരഹിതമായ നടത്തുന്നതിനും ശക്തമായ സമര പരിപാടികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മഹാകവി കുമാരനാശാൻ സ്മാരക ജലോത്സവം ശനിയാഴ്ച 2:30 പല്ലനയാറ്റിൽ നടക്കും. 6 ചുണ്ടൻ വള്ളങ്ങൾ അടക്കം 20-ൽ-അധികം കളിവള്ളങ്ങൾ ജലോത്സവത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മഹാകവി കുമാരനാശാന്റെ സ്മരണാർത്ഥം പല്ലനയിലെ ആറ്റിൽ 39ാമത് വർഷം നടത്തുന്ന ജലോത്സവത്തിൻ്റെ ഉദ്ഘാടനം നാളെ 2:30 മണിക്ക് ബഹുമാനപ്പെട്ട കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രി നിർവഹിക്കുകയാണ്. പ്രസ്തുത യോഗത്തിൽ കേരളത്തിലെ വ്യവസായ പ്രമുഖനും ശ്രീനാരായണ ധർമ്മവേദിയുടെ സംസ്ഥാന ചെയർമാനുമായ ശ്രീ ഗോകുലം ഗോപാലൻ അധ്യക്ഷം വഹിക്കുന്നതാണ്. ബഹുമാനായ നമ്മുടെ ആലപ്പുഴ MP ശ്രീ KC വേണുഗോപാൽ ഫ്ലാഗ് ഓഫ് ചെയ്ത് വള്ളംകളി ആരംഭിക്കുന്നതും സുവനീർ പ്രകാശനം കായംകുളം MLA ശ്രീ CK സദാശിവൻ അവറുകളും ശനിയാഴ്ച 2:30 ആശാ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. ഉദ്ഘാടന സമ്മേളനത്തിൽ ശ്രീനാരായണ ധർമ്മവേദി ചെയർമാൻ ഗോകുലം ഗോപാലൻ അധ്യക്ഷത വഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. KC വേണുഗോപാൽ MP, CK സദാശിവൻ MLA തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ശ്രീനാരായണ ധർമ്മവേദി ജില്ലാ പ്രസിഡന്റ് P ചന്ദ്രമോഹൻ, A സന്തോഷ്, G ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി കുട്ടനാട് പാക്കേജുകൾ ജനവഞ്ചനയുടെ പര്യായങ്ങളായി മാറിയതായി കിസാൻ ജനത സംസ്ഥാന സെക്രട്ടറി PJ കുര്യൻ. 2012-ൽ കുട്ടനാട് പാക്കേജ് UPA സർക്കാരിന്റെ കാലത്ത് തന്നെ അവസാനിച്ചതിൽ ദുരൂഹതയല്ല, ചതിയാണുള്ളത്. ഈ ചതിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കൊടിക്കുന്നിൽ സുരേഷ് MP രാജിവെക്കണമെന്നും PJ കുര്യൻ ആവശ്യപ്പെട്ടു. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ
മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. ബാലഗോകുലം കണ്ണാടി മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച വൈകിട്ട് 4-ന് പഴയകാടി ജംഗ്ഷനിൽ നടക്കുന്ന പരിപാടി സിനിമാ താരം MP കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്യും. ശ്രീകൃഷ്ണ സന്ദേശം വർത്തമാനകാലത്തിൽ എന്ന വിഷയത്തെ അധികരിച്ചാണ് സമ്മേളനം. ആലപ്പുഴ ബീച്ചിൽ വിദേശ സഞ്ചാരികളെ ആക്രമിച്ച കേസിൽ പോലീസ് ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തു. കളർകോട് പരമേശ്വരത്ത് വെളിയിൽ വിഷ്ണുവിനെയാണ് ആലപ്പുഴ സൌത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിദേശ സഞ്ചാരികളെ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കളർകോട് സ്വദേശിയായ റിസ്വാനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി പിടികൂടുവാനുണ്ട്. ഇർഷാദ് മഹലിന്റെയും NM ട്രസ്റ്റ് പാലിയേറ്റീവ് കെയർ സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വലിയ മരം ഇർഷാദ് ഓഡിറ്റോറിയത്തിൽ ശനിയാഴ്ച ബോധവൽക്കരണ ക്ലാസ് നടക്കും. ആഹാരത്തിലെ മായവും അവ കൊണ്ടുള്ള രോഗങ്ങളും എന്ന വിഷയത്തിലാണ് ക്ലാസ് നടക്കുന്നത്. ഇനി ചമ്പക്കുളം വൈശിമ്പാകം റോഡിന്റെ ദുരവസ്ഥ കാണാം. കുട്ടനാട്ടിലെ എല്ലാ നാട്ടു റോഡുകളുടെയും ഗതി ഇതൊക്കെ തന്നെയാണ്. എങ്കിലും ഈ റോഡിനെ വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാന ഘടകം ഈ പ്രദേശത്തെ 5 പാടശേഖരങ്ങളിലേക്ക് വിത്തും വളവും മറ്റ് അനുബന്ധ കാർഷിക പ്രവർത്തനങ്ങൾക്കുമായുള്ള ഏക ആശ്രയം ഈ വഴിയാണ് എന്നതാണ്. നെടുമുടി ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡ് തെക്കുംതറ മുതൽ വാഴപ്പറമ്പ് ജെട്ടി വരെയുള്ള റോഡ് ഈ അവസ്ഥയിലായിട്ട് കാലം ഏറെയായി. ഈ പ്രദേശത്തെ 5 പാടശേഖരങ്ങളിലേക്ക് എത്തുവാനുള്ള ഏക വഴിയാണിത്. വൈശിമ്പാകം ഗവൺമെന്റ് LPSലേക്കും ചമ്പക്കുളം BBMH ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും അംഗനവാടി, ആശുപത്രി എന്നിവയിലേക്കും എത്താനുള്ള മാർഗവും ഈ വഴി തന്നെ. റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഈ റോഡിന്റെ പ്രധാന ഉപഭോക്താക്കളായ 200ഓളം കുടുംബങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ നിവേദനം നൽകിയെങ്കിലും ഫലമുണ്ടായില്ല എന്ന് നാട്ടുകാർ പറയുന്നു. ഈ റോഡ് വൈശമ്പാത്ത് നിന്ന് വാഴപ്പറമ്പ് ജെട്ടി വരെയുള്ള റോഡാണ്. ഈ റോഡ് ഈ അരിയിൽ ഒരു 210 വീട്ടുകാരോളം താമസിക്കുന്നുണ്ട്. ഇവര് ധാരാളം സ്കൂളുകളിൽ നടന്നു പോകുന്ന വഴിയാണിത്. ഞങ്ങൾ പലയിടത്തും സമീപിച്ചു, പലരും ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല. കാരണം പഞ്ചായത്ത് മെമ്പറിനോട് ചോദിച്ചു, ബ്ലോക്ക് മെമ്പറിനോട് ചോദിച്ചു, ജില്ലാ പഞ്ചായത്ത് മെമ്പറിനോട് ചോദിച്ചു, ആരും ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ തന്നെ ഇവിടുന്ന് പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളുമായിട്ട് MLA എത്തിയെന്ന് ഒരു മെമ്പറും ഉണ്ടായിട്ട് ആ MLA അതിനൊരു കർലാസിന്റെ വില പോലും കൽപ്പിച്ചില്ല. ഒരു പൈസ പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല. അങ്ങനെ പക്ഷെ അങ്ങനെ തരും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത്. എത്രയും പെട്ടെന്ന് റോഡ് നന്നാക്കി തരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. തുടർന്ന് കഴിഞ്ഞ വർഷം നാട്ടുകാർ പിരിവെടുത്ത് റോഡിലെ കുഴി അടച്ചിരുന്നു. എന്നാൽ ഇത്തവണയുണ്ടായ വെള്ളപ്പൊക്കത്തോടെ റോഡ് വീണ്ടും കുളമായി. വാർഡ് മെമ്പറോ പഞ്ചായത്ത് അധികൃതരോ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യത്തിൽ പഞ്ചായത്ത് ഉപരോധ സമരം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. 10,000 കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത്, അംഗനവാടി ഒരു പ്രധാനപ്പെട്ട അംഗനവാടി ഉണ്ട്, 40-50 കുട്ടികൾ അംഗനവാടിയിലേക്ക് പോകുന്നത്, ഈ വീട്ടുകാരെല്ലാം ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്, അങ്ങനെ വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരു സംവിധാനമാണ്. ഇപ്പോൾ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഒരാൾ ഒരു ആശുപത്രി കൊണ്ടുവന്ന ഓട്ടോറിക്ഷ വരാൻ പോലും ഈ വഴി മാർഗ്ഗമില്ലാതായിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് വില കൊടുത്ത് എന്ത് ബുദ്ധിമുട്ടി ആരുടെ ഏത് MLAയുടെ ഫണ്ടിൽ നിന്നോ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നോ എവിടെന്നെങ്കിലും പണം ഉണ്ടാക്കി ഞങ്ങൾക്ക് ഈ റോഡ് വൃത്തിയാക്കി തരണം. ഒരു തെക്കേറ്റത്തൊരു അംഗനവാടി സ്ഥിതി ചെയ്യുന്നുണ്ട്, തെക്കേറ്റത്തൊരു കടത്തുണ്ട്. കരുമാണിയിൽ ധാരാളം സ്കൂൾ കുട്ടികൾ ഇവിടെ വന്ന് നിൽക്കുന്ന സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ പല പ്രാവശ്യം പിരിവെടുത്തും 10,000-500,000 രൂപ വെച്ച് പിരിച്ചാണ് ഈ വഴിയിലൊക്കെ കുണ്ടും കുഴിയൊക്കെ നിൽക്കുന്നത്. ലോക സാക്ഷരതാ ദിനാചരണ സമാപന സമ്മേളനവും അതുല്യം പ്രാഥമിക വിദ്യാഭ്യാസ ആലോചനാ യോഗവും ഈ മാസം 16-ന് നടക്കും. തെക്കേക്കരയിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ 11-ന് നടക്കുന്ന സമ്മേളനം തോമസ് ചാണ്ടി MLA ഉദ്ഘാടനം ചെയ്യും. 50ാമത് മാന്നാർ മഹാത്മാഗാന്ധി ജലോത്സവത്തിൽ കരുവാറ്റ ചുണ്ടൻ ജേതാവായി. മഹാത്മാ വാട്ടർ സ്റ്റേഡിയത്തിൽ വ്യാഴാഴ്ച നടന്ന ഫൈനലിൽ ശ്രീ വിനായകർ 2ാമതും സെന്റ് ജോർജ് വലിയ ദിവാൻജി 3ഉം 4ഉം സ്ഥാനങ്ങളും കരസ്ഥമാക്കി.
ഒന്നാം ഗ്രേഡ് വെപ്പ് വള്ളങ്ങളുടെ ഫൈനലിൽ അമ്പലക്കടവൻ ഒന്നാമതെത്തി. പട്ടേരിപുരയ്ക്കൽ, പുന്നത്ര, വെങ്ങാഴി എന്നീ വള്ളങ്ങൾക്കാണ് 2ഉം 3ഉം സ്ഥാനങ്ങൾ. ചുരുളൻ ബി ഗ്രേഡിൽ പുത്തൻപറമ്പൻ 1ാം സ്ഥാനവും നേടി. രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ ജലമേള ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും മനുഷ്യരായി സന്തോഷത്തോടെ അന്യോന്യം കരുതി സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് തിരുവോണംപോലും നാം ഓർക്കുന്നത്. അതുപോലെ ആ കാലഘട്ടത്തിൽ അനുയോജിച്ച ഒരു മേളയാണ് ജലോത്സവം എന്ന് പറയുന്നത്. ജനറൽ കൺവീനർ N. ശൈലാജ് അധ്യക്ഷനായി. ജലഘോഷയാത്രയുടെ ഉദ്ഘാടനം ആന്റോ ആന്റണി MP ഉദ്ഘാടനം ചെയ്തു. മാസ് ഡ്രില്ലിൽ നാവികസേന വൈസ് അഡ്മിറൽ SPS ചീമ സല്യൂട്ട് സ്വീകരിച്ചു. KA കരീം, TK ഷാജഹാൻ, രവി തൈച്ചിറ തുടങ്ങിയവർ സംസാരിച്ചു. മുട്ടാർ നാലുതോട് സെൻട്രൽ റെസിഡൻസ് അസോസിയേഷന്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ VS മാത്യു മെമ്മോറിയൽ നഗറിൽ ആരംഭിച്ചു. ശനിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിന് അസോസിയേഷൻ ഖജാൻജി ഭദ്രദീപ പ്രകാശനം നടത്തും. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടക്കും. സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. കുട്ടനാട് നിയോജക മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ 1 മുതൽ 12 വരെ ക്ലാസുകൾ പഠിക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്നുമാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. വിശദ വിവരങ്ങൾക്ക് 9383030472 9447 957220 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇനി ചരമവാർത്തകൾ. ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ പുതുപ്പറമ്പിൽ അബ്ദുൽ ഖാദർ നിര്യാതനായി. 82 വയസ്സായിരുന്നു. ഖബറടക്കം നടത്തി. വടക്കൻ വെളിയനാട് ഇളംപ്ലശ്ശേരി വീട്ടിൽ തൊമ്മൻ വർഗീസ് നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുളിങ്കുന്ന് കണ്ണാടി ലക്ഷ്മിയിൽ VJ മോഹനൻ നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചങ്ങനാശ്ശേരി മലയക്കുന്നം വെട്ടുകുഴി ജോളി നിര്യാതയായി. 50 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച 10:30 മലയക്കുന്നം SNDP ശ്മശാനത്തിൽ. മങ്കൊമ്പ് വാലയിൽ വീട്ടിൽ NC ജോസഫ് നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച 3 മങ്കൊമ്പ് 10ാം പിയൂസ് ദേവാലയ സെമിത്തേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുട്ടനാട് പാക്കേജിനെ പറ്റിയുള്ള പാരായം ഇനിയും അവസാനിക്കുന്നില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ആഞ്ഞടിച്ച് CPIM ജില്ലാ സെക്രട്ടറി. കുട്ടനാട് പാക്കേജിനെ പറ്റി ധാരാളം തെറ്റിദ്ധാരണ നിലനിൽക്കുന്നുവെന്നും അത് അടിയന്തരമായി തിരുത്തണമെന്നും മുൻ MLA KC ജോസഫ്. കായൽ യാത്രയിൽ ഉല്ലാസം നിറച്ച് സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ. അവർക്ക് ആവേശമായി KC വേണുഗോപാൽ MP. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.